കേരളത്തിലെ ആദ്യത്തെ മാതൃകാ പൊതുവിടമായ കൊല്ലം ടൗണിലെ വി പാർക്കിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വി പാർക്കിൻ്റെ തുടക്കത്തിൽ തന്നെ കൊല്ലം ജില്ലയുടെ ചരിത്രത്തിനെ കുറിച്ച് വിളിച്ചു പറയുന്ന കുറേ ചുമർ ചിത്രങ്ങളാണ് നമുക്ക് തുടക്കത്തിലേ കാണാൻ പറ്റുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു ഈ വി പാർക്ക്. സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരിടം തന്നെ പാർക്കിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും കുട്ടികളുടെ തിരക്കാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ യങ്സ്റ്റേഴ്സ് പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഇവിടെ ഒത്തുകൂടാറുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് ഈ ഒരു വലിയ ചെസ് ബോർഡ്. വലിയ കരുക്കളോട് കൂടിയ ചെസ് ബോർഡ്. അത് കളിക്കാനും എപ്പോഴും അവിടെ ആൾക്കാരുണ്ടാവും. പിന്നുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ബാഡ്മിൻ്റൺ കോർട്ട്. അതൊന്നല്ല, 2 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു വോളിബോൾ കോർട്ടാണ്. അത് കളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരവിടെ ചാൻസ് കഴിയുമ്പോൾ അടുത്ത ടീം അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഒരു ഓപ്പൺ ജിമ്മാണ്. അത് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒരുപോലെ വന്ന് ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. ഇവിടെ കൂടുതൽ ലൈവ് ആവുന്നത് ഈ രാത്രി സമയത്താണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം തന്നെ. നമ്മുടെ വി പാർക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ കൊല്ലത്ത് ടൗൺ ഹാളിന് എതിർവശമായിട്ട് വരും. സംസ്ഥാനത്തെ റെയിൽവേ പാലങ്ങൾക്ക് താഴെയുള്ള സ്ഥലങ്ങൾ ലഹരിമുക്ത ജനസൗഹൃദ മാതൃകാ പൊതുവിടങ്ങൾ ആക്കാനുള്ള കേരള സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതിയാണ് വി പാർക്ക് എന്ന് പറയുന്നത്. വി പാർക്കിൽ നമ്മുടെ കൊല്ലം ജില്ലയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുടെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് നൈറ്റ് ലൈഫ് ആസ്വദിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ള പരാതിയും കഴിഞ്ഞു. 11-12 മണി വരെയൊക്കെ ഇവിടെ ഫാമിലിയായിട്ട് തന്നെ ആൾക്കാർ വന്ന് ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് വി പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹോളിഡേയ്സ് ധൈര്യമായിട്ട് വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതേ മാതൃകയിൽ കേരളത്തിൽ ഒരുപാടിടത്ത് ഇതുപോലുള്ള വി പാർക്കുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ വരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം വൈകുന്നേര സമയം തന്നെയാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ വി പാർക്ക് ആക്റ്റീവ് ആയതോടെ അതിന് തൊട്ട് അടുത്തുള്ള നെഹ്റു പാർക്കും ഓപ്പൺ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.